ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ക്രിപ്റ്റോ കറൻസി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുന്നത് എങ്ങനെ? രാജ്യത്തിന്റെ വളർച്ചാ മുന്നേറ്റത്തിൽ തുരങ്കം വയ്ക്കുമോ ഈ ഡിജിറ്റൽ ആസ്തികൾ? RBI ക്രിപ്റ്റോയെ ഭയക്കുന്നതിന്റെ കാരണമെന്ത്? കരുതൽ ശേഖരത്തിലെ മിന്നും താരമായി സ്വർണം തുടരുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ക്രിപ്റ്റോ കറൻസിയുടെ മുന്നേറ്റത്തിന് തടയിടാനുള്ള നീക്കത്തിലാണ് RBI. ധനനയത്തിന്റെ നേട്ടങ്ങളെ അപ്രസക്തമാക്കുന്ന ക്രിപ്റ്റോയെ നിയന്ത്രിക്കുമെന്ന സൂചനയാണ് RBI നൽകുന്നത്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ അസറ്റുകളുടെ വ്യാപകമായ ഉപയോഗത്തിൽ RBIയുടെ ആശങ്ക ചില്ലറയല്ല. ഇവയുടെ വ്യാപകമായ ഉപയോഗത്തെക്കുറിച്ച് RBI കർശനമായ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തുമെന്ന മുന്നറിയിപ്പാണ് നാഷണൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിലൂടെ RBI നൽകിയിരിക്കുന്നത്. ബിറ്റ്കോയിൻ പോലുള്ള വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുടെ വില അഭൂതപൂർവമായ നിരക്കിൽ എത്തിയ സമയത്താണ് RBIയുടെ മുന്നറിയിപ്പ്. ക്രിപ്റ്റോ ആസ്തികളുടെ അമിത ഉപയോഗം പണനയത്തിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുമെന്ന് RBI ചൂണ്ടിക്കാട്ടി. ഈ ആസ്തികൾ പരമ്പരാഗത സാമ്പത്തിക രീതികളെ മറികടക്കുന്നതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള ടോക്കണൈസേഷനെ കുറിച്ചുള്ള ആശങ്കകളും RBI ഉന്നയിച്ചു. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആവർത്തിച്ചുന്നയിച്ച കാര്യമാണ് ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കണമെന്നത്. മൂല്യമില്ലാത്ത വെറും ചൂതാട്ടം മാത്രമാണ് ക്രിപ്റ്റോ കറൻസികൾ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇത് നിസ്സാരമായൊരു മുന്നറിയിപ്പായി കാണരുതെന്ന് അന്നേ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. മിക്ക ക്രിപ്റ്റോ കറൻസികൾക്കും ഡോളർ മൂല്യമുണ്ട്. അവ നിയമവിധേയമാക്കിയാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ 20% ഇടപാടുകളും സ്വകാര്യ കമ്പനികൾ നൽകുന്ന ക്രിപ്റ്റോകളിലൂടെ ആയിരിക്കും നടക്കുക. സമ്പദ് വ്യവസ്ഥയിലെ പണവിതരണത്തിന്റെ 20%-നുമേൽ സെൻട്രൽ ബാങ്കുകൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടും. പണനയം തീരുമാനിക്കാനും പണലഭ്യത തീരുമാനിക്കാനുമുള്ള കഴിവും ഇല്ലാതെയാകും. സെൻട്രൽ ബാങ്കുകളുടെ അധികാരം അത്രത്തോളം ദുർബലമാകും. അത് സമ്പദ് വ്യവസ്ഥയെ ഡോളർ വൽക്കരണത്തിലേക്ക് നയിക്കും. പോയ വർഷത്തിലെ ആവേശം ഒന്നും കെട്ടടങ്ങിയിട്ടില്ലെന്നാണ് പുതുവർഷത്തിലും സ്വർണ്ണവില നൽകുന്ന സൂചന. എന്നാൽ വില എവിടെ വരെ ഉയരും? ആഗോള വിപണിക്ക് സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ കാരണങ്ങളേറെയുള്ളപ്പോൾ പുതിയ വർഷത്തിലും വില പിടികൊടുക്കില്ലെന്നാണ് സൂചന. 2025 അവസാനത്തോടെ സ്വർണ്ണവില ഔൺസിന് 2090 മുതൽ $3000 വരെ എത്തിയേക്കുമെന്നാണ് റിച്ച്, JM ഫിനാൻഷ്യൽ സർവീസസ് എന്നീ രാജ്യാന്തര ഏജൻസികളുടെ വിലയിരുത്തൽ. എന്നാൽ 50,000-നും 55,000-നും ഇടയിലേക്ക് സ്വർണ്ണവില ഇടിയുമെന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. ആഗോളതലത്തിൽ പ്രമുഖ ബാങ്കുകളെല്ലാം അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഫെബ്രുവരിയിലെ ധനനയ യോഗത്തിൽ RBI 0.25% വരെ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. പലിശ നിരക്ക് കുറഞ്ഞാൽ വീണ്ടും സ്വർണ്ണ നിക്ഷേപങ്ങൾ ശക്തി പ്രാപിക്കും. കൂടാതെ ആഗോള വ്യാപാര സംഘർഷത്തിന്റെ സൂചനകൾ അമേരിക്ക ഇതിനോടകം നൽകിയതും സ്വർണത്തിന് ഗുണം ചെയ്യും. തീർന്നില്ല. ഇരു ഭൂഖണ്ഡങ്ങളിലുമായി നടക്കുന്ന 2 യുദ്ധങ്ങൾ ഓഹരി കടപ്പത്ര വിപണികൾക്ക് തിരിച്ചടിയാകും. സ്വർണം വീണ്ടും താരമാകും. ഇതിനിടയിൽ ചൈന സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഒട്ടും പിറകിലല്ല ഇന്ത്യയും. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും കരുതൽ ശേഖരത്തിലെ മിന്നും താരം തന്നെയാണ് സ്വർണം. കാർഷിക വിപണിയിൽ അടുത്ത വാരം. പുതുവർഷത്തിലെ വിലക്കയറ്റത്തിന് കുരുമുളക് തുടക്കം കുറിച്ചു. സീസൺ വൈകുമോ എന്ന ആശങ്കയിൽ ഒരു വിഭാഗം കർഷകർ. രാജ്യാന്തര റബ്ബർ വിപണി ബുള്ളിഷ് മനോഭാവം കാണിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ചാഞ്ചാടി കൊക്കോ വില. സംസ്ഥാനത്ത് കാപ്പി വിളവെടുപ്പിന് തുടക്കമായി. അടിമാലിയിലെ കുരുമുളക് വിളവെടുപ്പിനെ ഉറ്റുനോക്കുകയാണ് ഉത്തരേന്ത്യൻ സുഗന്ധവ്യഞ്ജന സ്റ്റോക്കിസ്റ്റുകൾ. ഇവിടെ നാടൻ ചരക്കിന്റെ കരുതൽ ശേഖരം ഗണ്യമായി കുറഞ്ഞു. പുതിയ സീസണിലെ ചരക്ക് തുടക്കത്തിൽ തന്നെ സ്വന്തമാക്കാൻ ശ്രമം നടന്നേക്കും. കഴിഞ്ഞ വർഷം ഉൽപാദനം കുറവായതിനാൽ വില 650 രൂപയ്ക്ക് മുകളിലെത്തിയിരുന്നു. ഫെബ്രുവരിയിൽ വിപണികളിൽ കുരുമുളക് വരവ് ചുരുങ്ങിയാൽ വാങ്ങലുകാർ നിരക്കുയർത്തി ചരക്ക് സംഭരിച്ചേക്കും. യൂറോപ്യൻ ബയ്യർമാർ അടുത്ത വാരം വിപണിയിൽ തിരിച്ചെത്തും. വിനിമയ വിപണിയിൽ രൂപയ്ക്ക് തകർച്ച നേരിട്ടതുമൂലം മലബാർ കുരുമുളക് വില ടണ്ണിന് $7,800. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 65,500 രൂപ.
ഏഷ്യൻ റബ്ബർ വിപണികൾ ഈ വർഷം കൂടുതൽ കരുത്ത് തെളിയിച്ചേക്കുമെന്ന നിഗമനത്തിലാണ് നിക്ഷേപകർ. മുൻനിര അവധി വ്യാപാര കേന്ദ്രങ്ങൾ വർഷാരംഭത്തിൽ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങിയത് ശുഭസൂചനയാണ്. ചൈനീസ് ടയർ മേഖല ഇക്കുറി ശക്തമായ തിരിച്ചുവരവ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷകളുണ്ട്. തായ്ലാന്റും ഇന്തോനേഷ്യയും മലേഷ്യയും ഉൽപാദനം ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വില ഇടിഞ്ഞാലും നഷ്ടസാധ്യത കുറയ്ക്കാമെന്ന കണക്കുകൂട്ടലിലാണിത്. കൃഷി വ്യാപിപ്പിച്ച് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ കർഷകരും. അടുത്ത വാരം വിപണി കൂടുതൽ സജീവമാകും. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 193 രൂപയിലും ബാങ്കോക്കിൽ വില 199 രൂപയുമാണ്. രാജ്യാന്തര കൊക്കോ വിലയിൽ അതിശക്തമായ ചാഞ്ചാട്ടമാണ് പിന്നിട്ട ഒരാഴ്ച ഉണ്ടായത്. ആഗോളതലത്തിൽ ക്ഷാമം തുടരുമെന്നാണ് വിലയിരുത്തൽ. മുൻനിര കയറ്റുമതി രാജ്യമായ ഐവറി കോസ്റ്റിൽ നിന്നും കയറ്റുമതി ഉയർന്നപ്പോൾ കൊക്കോ വില ആടി ഉലഞ്ഞു. കഴിഞ്ഞ വാരം തുടക്കത്തിൽ ടണ്ണിന് $11,971 ഇടപാടുകൾ നടന്ന ന്യൂയോർക്ക് വിപണിയിൽ വാരമധ്യം നിരക്ക് $9,850 പൊടുന്നനെ ഇടിഞ്ഞിരുന്നു. എന്നാൽ പുതുവത്സര ദിനത്തിൽ താഴ്ന്ന വില വീണ്ടും ഉയർന്നത് തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുന്നു. കേരളത്തിൽ കൊക്കോ വില കിലോ 740-760 രൂപയിലാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാപ്പിത്തോട്ടങ്ങളിൽ വിളവെടുപ്പിന് തുടക്കം കുറിച്ചു. കാലാവസ്ഥ വ്യതിയാനം മൂലമാണ് വിളവെടുപ്പ് വൈകിയത്. കാലവർഷാരംഭത്തിലെ മഴയിൽ പൂക്കൾ അടർന്നു വീണത് ഉൽപാദനത്തെ ബാധിച്ചു. ഇടുക്കി, വയനാട്, പാലക്കാട് മേഖലകളിലെ തോട്ടങ്ങളിലും കാപ്പി ഉൽപാദനം ചുരുങ്ങും. 1990-2000 കാപ്പി വില ഗണ്യമായി ഇടിഞ്ഞതിനെ തുടർന്ന് ഒരു വിഭാഗം കർഷകർ മറ്റ് കൃഷികളിലേക്ക് ചൂടുമാറ്റിയിരുന്നു. എന്നാൽ 2010 ശേഷം ആഗോള വിപണിയിൽ വില ഉയർന്നത് കർഷകരെ വീണ്ടും കാപ്പിയിലേക്ക് അടുപ്പിച്ചു. കർണാടകത്തിലെ പലയിടങ്ങളിലും ഉടൻ വിളവെടുപ്പ് തുടങ്ങും. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. നിരത്ത് കീഴടക്കാനെത്തുന്നു ടാറ്റയുടെ 2 പുത്തൻ ഇലക്ട്രിക് SUVകൾ. ഹാരിയർ, സഫാരി EVകൾ ജനുവരിയിലും ഫെബ്രുവരിയിലുമായി വിപണിയിലേക്ക്. വരാനിരിക്കുന്ന 2 പുതിയ ഇലക്ട്രിക് SUVകൾ വിപണിയിലെത്തിച്ച് ടാറ്റ EV ശൃംഖല വിപുലീകരിക്കുകയാണ്. ഹാരിയർ EVയും സഫാരി EVയും 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 10.2 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, സുരക്ഷാ കിറ്റിൽ 7 എയർ ബാഗുകൾ, 360 ഡിഗ്രി ക്യാമറ എന്നിങ്ങനെ പ്രത്യേകതകൾ നിരവധിയാണ്. കുറച്ചുകാലമായി പരീക്ഷണത്തിലാണ് ടാറ്റ. ജനുവരിയിലും ഫെബ്രുവരിയിലുമായി ഇവ നിരത്തുകളിലെത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ഇലക്ട്രിക് SUVകൾക്കായുള്ള ഇലക്ട്രിക് മോട്ടോർ, ബാറ്ററി പാക്ക് സവിശേഷതകളെക്കുറിച്ച് ടാറ്റ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ടാറ്റ EVകൾ ഓപ്ഷണൽ ഓൾ വീൽ ഡ്രൈവ് ഡ്യുവൽ മോട്ടോർ സജ്ജീകരണവുമായി വരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിവോ X200 അൾട്ര എന്ന് വരും ഇന്ത്യയിലേക്ക്. ചൈനീസ് വിപണികളിൽ ഏപ്രിൽ മാസത്തോടെ അരങ്ങേറ്റം. മികച്ച ക്യാമറ പ്രവർത്തനത്തോടെ വിവോ X200 സീരീസ് ഇതിനകം വിപണിയിൽ തരംഗമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന X200 അൾട്ര മോഡൽ ഒരു പടി മുകളിലാകുമെന്നാണ് അഭ്യൂഹങ്ങൾ. മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തോടെയോ ചൈനീസ് വിപണിയിലെത്തുന്ന പുതിയ മോഡൽ ഇന്ത്യൻ വിപണികളിലേക്ക് സാധ്യത കുറവാണ്. വിവോ X200 പ്രോയ്ക്ക് സമാനമായ ക്യാമറയാണ് അൾട്രയ്ക്കും. iPhone 16 Pro പോലെ 5x ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. 2K ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 8 Elite ചിപ്സെറ്റ് എന്നിവയ്ക്കൊപ്പം 100 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള 6000 mAh ബാറ്ററി ഉണ്ടാകുമെന്നാണ് സൂചന. വിനോദവാരം. ഇഷ്ടചിത്രങ്ങളുടെ പുതിയ ഭാഗങ്ങളുമായി എത്തുകയാണ് ഹോളിവുഡ്. ആക്ഷനും ആനിമേഷനുമായി മിസ്സാക്കാൻ പറ്റാത്ത സിനിമാ വിശേഷങ്ങളാണ് ഹോളിവുഡിൽ നിന്നുള്ളത്. കാമറൂൺ ഡയസ്, ഓസ്കാർ ജേതാവ് ജാമി ഫോക്സ് എന്നീ 2 പ്രിയപ്പെട്ട താരങ്ങളുടെ തിരിച്ചുവരവ് ചിത്രമാണ് ബാക്ക് ഇൻ ആക്ഷൻ. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആക്ഷൻ കോമഡി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സേത്ത് ഗോൾഡനാണ്. ജനുവരി 17 ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കാം. അന്ന് തന്നെ റിലീസിനെത്തുന്ന മറ്റൊരു ചിത്രമാണ് വൂൾഫ്മാൻ. ലീ വാനൽ സംവിധാനം ചെയ്ത സഹരചന നിർവഹിച്ച വരാനിരിക്കുന്ന അമേരിക്കൻ ഹൊറർ ചിത്രമാണിത്. യൂണിവേഴ്സൽ പിക്ചേഴ്സാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഗേൾസ്, പുവർ തിങ്സ് എന്നീ സിനിമകളിലെ താരം ക്രിസ്റ്റഫർ ആബട്ടാണ് ടൈറ്റിൽ റോളിലെത്തുക. കരാട്ടെ കിഡ്. ലെജൻഡ് ജോനാഥൻ എൻഡ്രിൽസിൽ സംവിധാനം ചെയ്ത റോബ് ലീബർ എഴുതിയ ഒരു വരാനിരിക്കുന്ന അമേരിക്കൻ ആയോധന കലാ ചിത്രമാണിത്. കോബ്ര കൈയുടെ വിജയത്തിന് ശേഷം ദ കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിയിലെ 6ാമത്തെ ചിത്രം കൂടിയാണിത്. ചിത്രത്തിൽ ജാക്കി ചാനും റാൽഫ് മച്ചിയോയുമാണ് പ്രധാന താരങ്ങൾ.
കൊളംബിയ പിക്ചേഴ്സ് നിർമ്മിച്ച കരാട്ടെ കിഡ് ലെജൻഡ്സ് 2025 മെയ് 30 US-ലും കാനഡയിലും സോണി പിക്ചേഴ്സ് റിലീസ് ചെയ്യും. ഡീൻ ഡിംബ്ലോയ്സ് രചനയും സഹനിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഒരു അമേരിക്കൻ ഫാന്റസി ചിത്രമാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ഡ്രീം വർക്ക്സ് ആനിമേഷന്റെ 2010 ആനിമേറ്റഡ് ചിത്രമായ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിന്റെ ആക്ഷൻ റീമേക്കാണിത്. 2003 ക്രെസിഡ കോവൽ എഴുതിയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. 2023 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചതാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിന്റെ തത്സമയ ആക്ഷൻ റീമേക്കിനുള്ള പദ്ധതികൾ. ഡ്രീം വർക്ക്സ് ആനിമേഷനും മാർക്ക് പ്ലാറ്റ് പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം 2025 ജൂൺ 13 US-ലെ യൂണിവേഴ്സൽ പിക്ചേഴ്സ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ജൂറാസിക് സിനിമ ആരാധകർക്കായി ജൂറാസിക് വേൾഡ് റീബർത്ത് വരുന്നു. പൂർണ്ണമായും ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണിത്. ഡേവിഡ് കോപ്പിന്റെ രചനയിൽ ഗാരറ്റ് എഡ്വേർഡ് ആണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജൂറാസിക് വേൾഡ് സീരീസിലെ 4ാമത്തേതും ജൂറാസിക് പാർക്ക് ഫിലിം സീരീസിലെ 7ാമത്തെയും ചിത്രമാണിത്. ജൂറാസിക് വേൾഡ് റീബർത്ത് 2025 ജൂലൈ 2 അമേരിക്കയിൽ യൂണിവേഴ്സൽ പിക്ചേഴ്സ് റിലീസ് ചെയ്യും. ഇനി പ്രധാന ഇവന്റുകൾ. മൂന്നാമത് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തൺ 2025 ഫെബ്രുവരി 29. വൃത്തിയും പച്ചപ്പും സുരക്ഷിതവുമായ കൊച്ചി എന്നതാണ് മുദ്രാവാക്യം. 4 വിഭാഗങ്ങളിലാണ് മാരത്തൺ നടക്കുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കോഴിക്കോട് ബീച്ചിൽ ഈ മാസം 23 മുതൽ 26 വരെ. KLF-ന്റെ 8ാമത് എഡിഷൻ. അതിഥി രാഷ്ട്രമായി ഫ്രാൻസ്. 6 ബുക്കർ പ്രൈസ് ജേതാക്കൾ സംസാരിക്കും. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.